Dear students, for the proper functioning of digestive system, we should follow these things. First one, drink lot of water. Water helps to remove waste from our body. We should drink 3 liters of water every day. Then take balanced diet. Then eat fiber rich food. It also helps to remove waste from our body. Then do not overeat. Eat at regular intervals. Then wash your hands properly to check germs. To check the germs to enter into our body. Then chew your food properly. If we chew food, the food mixes with saliva. Saliva contains enzymes. Enzymes means chemicals. These chemicals digest our food. Then the digestion of carbohydrate takes place inside our mouth. So you please chew your food properly for the complete digestion of carbohydrate. If you don't chew the food, incomplete digestion take place. The nutrients are not absorbed properly. അതായത് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ പഠിച്ചു. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്താണ്, അതിലെ ഓർഗൻസ്, അതായത് നമ്മൾ ഫുഡ് മൗത്തിൽ കൂടെ ചവച്ചരച്ച് ഫുഡ് പൈപ്പിൽ കൂടെ വിഴുങ്ങി സ്റ്റൊമക്കിലേക്ക് എത്തുന്നു. അങ്ങനെ കുറേ ഡൈജസ്റ്റീവ് ജ്യൂസുകളൊക്കെ ചേർന്ന് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ അതിലേക്ക് കൂടെ കടന്നുപോയി നല്ലതൊക്കെ ബ്ലഡ് അബ്സോർബ് ചെയ്ത് വേസ്റ്റ് ആനസിൽ കൂടെ പുറത്തേക്ക് കളയുന്ന ആ ഫുൾ പ്രോസസ്സും അതിലടങ്ങിയിട്ടുള്ള എല്ലാ ഓർഗൻസും എല്ലാം കൂടിയിട്ടുള്ളതാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ശരിയായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഈ ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് വാട്ടർ. നമ്മൾ 3 ലിറ്റർ വെള്ളം കഴിക്കണം എല്ലാ ദിവസവും. നിങ്ങൾ കൊണ്ടുവരുന്ന വാട്ടർ ബോട്ടിലത്തെ ആ ഒരു വിധം വലിപ്പമുള്ള വാട്ടർ ബോട്ടിലൊക്കെ 1 ലിറ്റർ വെള്ളമാണ് കൊള്ളുക. അപ്പം അങ്ങനത്തെ 3 വാട്ടർ ബോട്ടിൽ അപ്പോഴാണ് 3 ലിറ്റർ ആവുക. അത്രയും വെള്ളം നമ്മളൊരു ദിവസം കുടിച്ചിരിക്കണം. നമ്മൾ കുട്ടികൾ ചിലപ്പോൾ 2 ഗ്ലാസ് വെള്ളം പോലും കുടിക്കാറില്ല. അതായത് ഈ വാട്ടർ നന്നായിട്ട് കഴിച്ചാലാണ് നമ്മുടെ ബോഡിയിലത്തെ ആ വേസ്റ്റിനെ പുറത്തേക്ക് തള്ളാൻ, അതായത് ആ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ കൂടെ വേസ്റ്റ് പോകുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ വേസ്റ്റ് പുറത്തേക്ക് കളയാനായിട്ട് ഈ വാട്ടർ നന്നായി കഴിച്ചാലാണ് ഈ നമ്മുടെ ആ ഓർഗൻസിനുള്ള കപ്പാസിറ്റിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ വാട്ടർ നന്നായിട്ട് കഴിക്കണം. പിന്നെ ബാലൻസ്ഡ് ഡയറ്റിൻ്റെ പ്രാധാന്യം നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ലെസണിൽ പഠിച്ചിരുന്നു. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? അപ്പോൾ അതായത് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിയായ അളവിൽ, കൂടുതലോ കുറവോ അല്ല, ശരിയായ അളവിൽ കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ വിറ്റാമിൻസും മിനറൽസും ഒക്കെ കഴിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ അതാണ് ഈ ബാലൻസ്ഡ് ഡയറ്റ്. അപ്പോൾ നമ്മൾ കഴിക്കേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളല്ല. ബാലൻസ്ഡ് ഡയറ്റ് എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മൾ കഴിക്കേണ്ടത്. എങ്കിലാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം ശരിക്കും വർക്ക് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ അതിനൊക്കെ അസുഖങ്ങൾ വരും. ദെൻ ഫൈബർ റിച്ച് ഫുഡ്. ഫൈബർ വെച്ചിട്ടുണ്ടെങ്കിൽ നാരുകൾ അടങ്ങിയത്. നാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ടൊന്നും നാരുകളെ കാണാൻ പറ്റില്ല. ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും അടങ്ങിയിട്ടുള്ളതാണ് ഈ ഫൈബേഴ്സ്. പിന്നെ തവിട് കളയാത്ത അരിയിലൊക്കെയാണ് ഈ ഫൈബർ അടങ്ങിയിട്ടുള്ളത്. മെയിൻലി ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും. അപ്പോൾ അത് ധാരാളമായിട്ട് കഴിക്കണം. അപ്പോൾ ഈ ഫൈബർ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടും. ഈ ഫൈബറും ബോഡിയിലത്തെ വേസ്റ്റിനെ നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ വേസ്റ്റ് പുറത്തേക്ക് പോകുന്ന പ്രോസസ്സൊക്കെ നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ ആ പ്രോസസ്സിന് ഈ ഫൈബർ റിച്ച് ഫുഡ് വളരെ അത്യാവശ്യമാണ്. വാട്ടറും ഫൈബർ അടങ്ങിയ ഫുഡും വേസ്റ്റ് കളയാനായിട്ട്. അപ്പോൾ ഈ വാട്ടറും കഴിക്കുന്നില്ല, അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡും കഴിച്ചില്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് തടയാനായിട്ട് ഇത് രണ്ടും നന്നായിട്ട് കഴിച്ചിരിക്കണം. ദെൻ ഡു നോട്ട് ഓവർ ഈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക. അത് പാടില്ല. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡിസോർഡർ ആവും, അതിൻ്റെ ആ ഓർഡറൊക്കെ പോവും. പിന്നെ അണ്ടർ ഈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ കഴിക്കാണ്ടിരിക്കുക, അതും പ്രശ്നം.
പ്രശ്നമാണ്. അപ്പോൾ ഈ ഓർഗൻസ് ഒന്നും ശരിക്കും ഡെവലപ്ഡ് ആവാതെ വരും. അപ്പോൾ ഡു നോട്ട് ഓവർ ഈറ്റ്, നമ്മൾ ശരിയായിട്ടുള്ള റെഗുലർ ഇൻ്റർവെൽസിൽ ഭക്ഷണം കഴിച്ചിരിക്കണം. ദെൻ വാഷ് യുവർ ഹാൻഡ്സ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നൊക്കെ കൈ കഴുകുക, അല്ലെങ്കിൽ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ഓരോ സാധനങ്ങൾ ജേംസ് ഒക്കെ ഉണ്ടാവും. കൈയൊക്കെ ശരിക്കും സോപ്പിട്ട് കഴുകിയില്ലെങ്കിൽ ആ ജേംസ് ഒക്കെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എത്തിപ്പെടും. എന്നിട്ട് ഇൻഫെക്ഷൻ വരും, കുടലി വീർക്കൽ, വൈറൽ ഇൻഫെക്ഷൻ, അങ്ങനെ പല പല പ്രശ്നങ്ങളും വരും. അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വാഷ് യുവർ ഹാൻഡ്സ്, കൈ കഴുകുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അല്ലെങ്കിൽ ജേംസ് കടന്നിട്ട് ആ ഓർഗൻസിൽ, അതായത് സ്റ്റൊമക്കിൽ, ഇൻറ്റസ്റ്റൈനിൽ, ഫുഡ് പൈപ്പിലൊക്കെ ഇൻഫെക്ഷൻ വരും. ദെൻ ച്യൂ ഫുഡ്, അത് നമ്മൾ ഇന്നലെ പറഞ്ഞു, നന്നായിട്ട് ഫുഡ് ചവച്ചരയ്ക്കണം. ചവച്ചരയ്ക്കുമ്പോഴാണ് അത് സലൈവ ഉമിനീരുമായിട്ട് മിക്സ് ചെയ്യുക. ഉമിനീര് ഒരു ഡൈജസ്റ്റീവ് ജ്യൂസാണ് ഈ സലൈവ. അതിൽ എൻസൈംസ് ഉണ്ട്. എൻസൈംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെമിക്കൽസ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ദഹിക്കാനായിട്ട് ഉള്ള കപ്പാസിറ്റി ഉള്ള കെമിക്കൽസിനെയാണ് എൻസൈംസ് എന്ന് വിളിക്കുന്നത്. ആ എൻസൈംസ് ഈ സലൈവയിലുണ്ട്. അതുകൊണ്ടാണ് അതിന് ഫുഡിനെ കുറച്ചൊക്കെ ദഹിപ്പിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നന്നായിട്ട് ഫുഡ് ചവച്ചരയ്ക്കണം. ഈ നമ്മൾ പിന്നെ കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞ ലെസണിൽ. ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ കുറച്ച് ദഹനം ഈ വായുടെ ഉള്ളിൽ വെച്ചിട്ടാണ് നടക്കുക, ഈ സലൈവയുടെ പ്രവർത്തനം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് നന്നായിട്ട് ചവച്ചരയ്ക്കണം, എന്നാലാണ് ആ കാർബോഹൈഡ്രേറ്റിൻ്റെയും അതിൻ്റെയൊക്കെ ദഹനം വായിൽ വെച്ചിട്ട് നടക്കുകയുള്ളൂ. ഇനി ശരിയായിട്ടുള്ള ചൂവിങ് നടന്നില്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഡൈജഷനാണ് നടക്കുക. ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവനാവാത്ത ഡൈജഷൻ വായിലുണ്ടാവും. അതായത് നന്നായിട്ട് മൗത്തിൽ ചൂ ചെയ്തിട്ട് ഫുഡ് പൈപ്പിൽ കൂടെ വയറിലേക്ക് പിന്നെ എത്തിക്കണം, എങ്കിലാണ് മുഴുവനായിട്ട് ഡൈജഷൻ പൂർത്തിയാവുക. ഇത് പകുതി ഡൈജഷൻ നമ്മുടെ വായിൽ വെച്ച് നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നടന്നിട്ട് വേണം വിഴുങ്ങാനായിട്ട്. അതല്ലെങ്കിൽ പിന്നെ ഈ ന്യൂട്രിയൻസ് ഒന്നും ശരിക്കും അബ്സോർബ് ചെയ്യാതെ വരും. അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട്, ഇതുവരെ നമ്മൾ ധൃതിയിൽ ഫുഡൊക്കെ വിഴുങ്ങി, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നന്നായിട്ട് ചൂ ചെയ്തിട്ട് നന്നായി പല്ലുകൊണ്ട് ചവച്ചരച്ച് ഈ സലൈവയായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം എന്ത് സാധനവും നമ്മൾ സ്റ്റൊമക്കിലേക്ക് കടത്തി വിടാനായിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഡൈജസ്റ്റീവ് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഗോഡ് എത്ര മനോഹരമായിട്ടുള്ള ഓർഗൻസാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കൊന്നും നമ്മുടെ ഫുഡ് പൈപ്പിനോ അല്ലെങ്കിൽ ലിവറിനോ സ്റ്റൊമക്കിനോ സ്മോൾ ഇൻറ്റസ്റ്റൈനോ ലാർജ് ഇൻറ്റസ്റ്റൈനോ ഒന്നും ഒരു കുഴപ്പമില്ല. ഓരോ ഓർഗൻസും, അതായത് ഫുഡ് പൈപ്പിന് പ്രശ്നമുള്ളവർ, സ്റ്റൊമക്കിന് പ്രശ്നമുള്ളവർ, പിന്നെ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ലിവർ, പിന്നെ പാൻക്രിയാസ് നിങ്ങൾക്ക് ടെക്സ്റ്റിലില്ല, അതുകൊണ്ടാണ് ടീച്ചറത് പിന്നെ പറയാതിരുന്നത്. പാൻക്രിയാസ് ഇതിൽ പെട്ടതാണ്. അപ്പോൾ ഇതിനൊക്കെ പ്രശ്നമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഗോഡ് നമ്മളെ സംരക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം തന്നിട്ടുള്ള ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഓർഗൻസിൻ്റെ ശരിയായിട്ടുള്ള നടത്തിപ്പിന് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ.